ഇപ്പോൾ അങ്ങനെ സാർ അവരിൽ ആദ്യം ഉണ്ടായിരുന്ന കൂടുതൽ ആളുകൾ പിരിഞ്ഞു പോയി. ഇപ്പൊ ഏതാണ്ട് എല്ലാവരും ഉണ്ട്, ആരും പോയിട്ടൊന്നുമില്ല. സാർ അവരൊക്കെ സാർ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരോട് വേണ്ടി എന്താ അറസ്റ്റ് ചെയ്യാനാണ് നിൽക്കാൻ പറയണം സാർ അറസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്. പോലീസുകാർ പറയുന്നത് വലിയ വണ്ടി വിളിക്കാനാണ് പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. എന്താണ് സാർ നടപടി? നമ്മളൊരു ആക്ഷൻ, ഒരു പരാതി അല്ലെങ്കിൽ അതുപോലെ സംഭവം ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാലും നടപടി. ഒഫൻസ് ഒന്നും ഉണ്ടായില്ല, അവരിവിടെ വന്ന് നിന്നു. ഞങ്ങൾ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോ അവര് പോവുകയാണ്. പിന്നെ അവര് പോവുകയാണ്. അവര് നമ്മളെ അനുസരിക്കുന്നു, നിയമം അനുസരിക്കുന്നു. ബോച്ചയുടെ മുമ്പിൽ വെച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു. എന്തായാലും ഇപ്പോൾ കുറച്ച് ബോധം വന്നെന്ന് തോന്നുന്നു. അവർ പിരിഞ്ഞു പോവുകയെന്നുള്ളതാണ്. ഈ സംഘടനയുടെ പ്രസിഡന്റാണ്. എല്ലാം പിരിഞ്ഞു പോകല്ലേ? അല്ല, ഞങ്ങള് ബോബിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. വണ്ടി ഇവിടെ പോകുന്നു. ബോബി ചമ്മണ്ണൂന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് മാലയിട്ട് അവിടെ ഞങ്ങൾ തൃശ്ശൂർ പുള്ളിക്കാരൻ അമ്മയുടെ വീട്ടിലാണ്. തൃശ്ശൂർ പോയിട്ട് ഞങ്ങള് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അത് അവിടെ പടക്കം പൊട്ടിയും അദ്ദേഹത്തിന് കാറമിട്ട് സ്വീകരിക്കും. ഓക്കെ, പറഞ്ഞത് ഇവരൊക്കെ എടുത്തു ഇവിടെ പോവുകയാണെന്നാണ് പറയുന്നത്. നേരെ ബോബി ചെമ്മണ്ണൂരിന്റെ വീട്ടിൽ പോകും, വീട്ടിലിട്ട് പടക്കം പൊട്ടിക്കും. മാലയിട്ടതിന് ശേഷം വീട്ടിൽ വെച്ച് പടക്കം പൊട്ടിക്കും എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അവരെന്തായാലും പൊതുജനങ്ങൾ ഉള്ള സ്ഥലത്ത് വെച്ച് പടക്കം പൊട്ടിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറച്ചു നേരം മുമ്പ് ഇത്തരത്തിലല്ല അവർ പ്രതികരിച്ചത്. ഞങ്ങളെ അറസ്റ്റ് ചെയ്യൂ, ഞങ്ങൾക്ക് ഒരു വിചിത്രമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഒടുവിൽ പോലീസ് ഇടപെടുന്നു. പോലീസിന്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ആഹ്വാനത്തിനൊക്കെ അവർ വഴങ്ങുകയും ചെയ്തിരിക്കുകയാണ്.